ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു DIY ഫേഷ്യൽ സ്ക്രബും മാസ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതെല്ലാവർക്കും വീട്ടിലിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൈസ ചിലവൊന്നും ഇല്ലാത്ത ഒരു പാക്കും സ്ക്രബുമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും കണ്ടു നോക്കിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള എല്ലാം ഡാർക്കായിട്ടിരിക്കുന്നതൊക്കെ നല്ലതായിട്ട് മാറാനും നമ്മുടെ സ്കിന്നിനൊരു ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നൊരു പാക്ക് സ്ക്രബാണ് കേട്ടോ. അപ്പോൾ 100% നമുക്കതിൽ വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രബും പാക്കുമാണ്. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കളർ കുറഞ്ഞിട്ടാണ് അപ്പോൾ കളർ കൂടാനൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. കളർ കുറഞ്ഞതൊക്കെ ഏറ്റവും നല്ലതാണ്. ഞാനും നല്ല ഡൾ സ്കിന്നും ഡാർക്ക് സ്കിന്നുള്ള ഒരാൾ തന്നെയാണ്. അപ്പം ഞാൻ കറുപ്പ് മോശം എന്നല്ല പറയുന്നത്. നമ്മുടെ ഉള്ള സ്കിന്ന് നമുക്കൊന്ന് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഇതെല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് നമ്മുടെ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ്. സ്ക്രബ് ഉണ്ടാക്കിയതിന് ശേഷമാണ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം സ്ക്രബിന് വേണ്ടിയിട്ട് നമ്മൾ 2 രൂപയുടെ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, ബ്രൂ ഇൻസ്റ്റൻറ്റ്, അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ അല്ലാത്ത കാപ്പിപ്പൊടി ആയാലും നമുക്ക് കുഴപ്പമില്ല, അതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ്. ഞാൻ ഇപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പോകുന്നു. നമുക്ക് ആദ്യം അത് പൊട്ടിച്ച് പാത്രത്തിലോട്ടിടാം. അതിന് ശേഷം ഒരു 1/2 സ്പൂണ് പഞ്ചസാര വേണം. അപ്പോൾ സ്ക്രബിന് ഏറ്റവും പറ്റിയൊരു നാച്ചുറൽ ആയിട്ടൊരു സ്ക്രബാണ് നമ്മുടെ പഞ്ചസാര. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം മതി. നമുക്ക് വെള്ളത്തിൻ്റെ പകരം റോസ് വാട്ടറോ പാലോ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് അത് വയ്ക്കണം. ഒരുപാടൊന്നും വേണ്ട, കൂടിപ്പോയാൽ ഒരു 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇനി നമുക്കത് എങ്ങനെയാണെന്ന് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ മുഖത്ത് മുടിയൊന്നും വീഴാത്ത രീതിയിൽ മുടിയൊക്കെ കെട്ടി വെച്ചതിന് ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ മമാ എർത്തിൻ്റെ ഉപ്തൻ ഫേസ് വാഷാണ് എടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് നന്നായിട്ടൊന്ന് ഫേസ് കഴുകിയതിന് ശേഷം നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പാക്ക് നന്നായിട്ട് ഇരിപ്പുണ്ട്. അത് നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം. ബ്രഷ് ഉള്ളവർ ബ്രഷ് വെച്ച് വേണമെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് ബ്രഷൊന്നും ഇല്ല, അപ്പോൾ അത് ഞാൻ കൈ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. നമ്മുടെ ചുണ്ടത്തൊക്കെ തേക്കാം. അപ്പോൾ എൻ്റെ ചുണ്ടൊക്കെ നല്ല ഡാർക്കായിട്ടിരിക്കുക, അപ്പോൾ നമുക്ക് ചുണ്ടിലൊക്കെ തേച്ച് കൊടുക്കുക. ചുണ്ടിന് നല്ലൊരു സ്ക്രബാണ് കിട്ടുന്നത്. അപ്പം കണ്ണിൻ്റെ സൈഡ് ഒഴിച്ച് ബാക്കി നമ്മുടെ മുഖത്തും മൂക്കിൻ്റെ അടുത്തും കവിളിലും നെക്കിൻ്റെ ഭാഗത്തും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റോളം സ്ക്രബ് ചെയ്താൽ മതി. സ്ക്രബ് ചെയ്യുമ്പോൾ അധികം പുഷ് ചെയ്ത് സ്ക്രബ് ചെയ്യരുത്. അപ്പം നമ്മുടെ മുഖത്തൊക്കെ ചെറിയ മുറിവ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരു മയം രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. നമ്മൾ ഏത് പാക്കായാലും എന്തിട്ടാലും നമ്മുടെ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണം. ചെവിയിലും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ചെവിയിലോട്ട് ചെയ്യുന്നില്ല. അപ്പം മുഖത്തും ആ കഴുത്തിൻ്റെ ഭാഗത്താണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കല്യാണമൊക്കെ ഫങ്ഷനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ആഴ്ചയിൽ 2 വട്ടമൊക്കെ യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡള്ളായിട്ടിരിക്കുന്ന ഫേസൊക്കെ നമുക്കൊന്ന് ഗ്ലോ ആയിട്ട് കിട്ടാൻ നല്ല സഹായിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു പതയുന്ന പോലൊരു ഫീലാണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ അതായത് സ്പീഡ് കൂട്ടിയത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഹാർഡായിട്ട് ചെയ്യുന്നത്. ഞാൻ ലൈറ്റായിട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനത് 5 മിനിറ്റിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡാബ് ചെയ്തെടുത്താൽ മതി. അധികം ഇട്ടിങ്ങനെ പുഷ് ചെയ്ത് സ്കിന്നിനെ ഒന്നും ഇതാക്കണ്ട. അപ്പോൾ നല്ല ഈ ഒരു സ്ക്രബ് ഉപയോഗിച്ചതിന് ശേഷം തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് കാണാൻ തന്നെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പാക്കിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒരു പാക്കറ്റ് ബ്രൂ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നമുക്ക് കടലമാവോ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടി ആ വെള്ളം തന്നെയാണ് ഇട്ട് എടുക്കുന്നത്. നമുക്ക് പാലോ റോസ് വാട്ടറോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് നമ്മുടെ പാക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. മുഖത്തും ആ നെക്കിൻ്റെ ഭാഗത്തും കൂടെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണേ. അപ്പോൾ ഇതെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ പറ്റിയുള്ളൊരു പാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ മുഖത്തെ എല്ലാ ഭാഗത്തോട്ടും പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ ഭാഗത്തൊഴിച്ച് ബാക്കി ഭാഗത്തെല്ലാം ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറുത്ത നിറം മാറണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊന്നും നല്ല കറുത്ത നിറമുള്ളൊരു ആൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഉള്ള സ്കിൻ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. മുഖത്ത് കുരുക്കളോ ഡള്ളായിട്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. അപ്പം നമുക്കാണെങ്കിൽ ഇത് നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചുണ്ടിലും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അധികം സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റോളം ഇരിക്കട്ടെ. ഞാൻ 15 മിനിറ്റിന് ശേഷം നമ്മുടെ പാക്കും കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ കണ്ടോ, രണ്ടാമത്തെ യൂസ് ആയപ്പോഴത്തേക്ക് നല്ലൊരു മാറ്റമല്ലേ മുഖത്ത് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്കിത് കഴുകിയിട്ട് ഒരു ടവൽ കൊണ്ടുവന്ന് ഡാബ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ മോയ്സ്ചറൈസറിനൊന്നും ഉപയോഗിക്കത്തില്ല. കുഞ്ഞിൻ്റെ ഒരു ലോഷനുണ്ട്, ബോഡി ലോഷനുണ്ട്. അതാണ് ഞാൻ മുഖത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മസാജ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ട് വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പാക്കും ഒരു സ്ക്രബുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.